ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ പേരിൽ പറയേണ്ടി വന്നത്? അത് ഞാനൊരു അന്വേഷണത്തിന് വിധേയമാക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. ഞാനത് ക്ലിയറായി പറയാം. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ഒരു തെറ്റിദ്ധാരണയിൽ വന്നുപെട്ടത്? കൊണ്ടുവരും ഉമർ മൗലവിയെ. ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ഞാൻ രേഖകൾ സഹിതം ഉമർ മൗലവി അടക്കമുള്ളവരുടെ പ്രഭാഷണങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അത് പറയാനുള്ള കാരണം, ഇത് കൃത്യമായി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അവിടെ ചെന്ന് നമ്മൾ കൈകടിച്ചത് കൊണ്ടാവില്ല. നോക്കൂ, നിങ്ങൾ ഉമർ മൗലവിയാകുന്ന മുജാഹിദ് നേതാവിനെ ഒന്ന് കണ്ടോളൂ. ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ മനസ്സിലാക്കിക്കോ? മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്ന ആളാണല്ലോ. കണ്ടിട്ട് ബർക്കത്തൊന്നും കിട്ടാനില്ല. അയാളുടെ വേഷം ശ്രദ്ധിച്ചു. ഒരു തൊപ്പി, പിന്നെ ഒരു തട്ടം. ഇപ്പൊ തട്ടവുമില്ല, തൊപ്പിയില്ല, ഇപ്പൊ തലയുമില്ല. ആ കോലത്തിലാണ് മുജാഹിദുകളുള്ളത്. അതിങ്ങനെ കാലാന്തരത്തിൽ അവർ മാറ്റമുണ്ടാകും. അത് വേറൊരു കാര്യം. ഈ ഉമർ മൗലവി അയാൾ പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അത് പ്രധാനമാണെന്ന് പറയാൻ കാരണം, ആ ഒരു പ്രയോഗം ഇയാൾ നടത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട നമ്മൾ മുശ്രിക്കാണെന്ന് ഇവർക്ക് പറയേണ്ടി വന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ടൗണിലൂടെ, നമ്മുടെ അങ്ങാടിയിലൂടെ ഒരാളിങ്ങനെ നടക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മുടെ അങ്ങാടിയിലൂടെ ഒരാളിങ്ങനെ നടക്കുന്നു. അയാൾ ഓരോ ഹോട്ടലിലും കയറുന്നു. അയാൾ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ചായ കുടിക്കുന്നവനോടൊരു പ്രസംഗം. സഹോദര, കള്ളു കുടിക്കാൻ പാടില്ലെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താണ് ഈ കുടി? ചായ കുടിക്കുന്നവനോട്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പോയി കൂൾബാറിൽ കയറി. അവിടെ ഒരാൾ ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നു. അപ്പൊ അവനോടൊരു പ്രസംഗം. മോനെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. കള്ള് കുടിക്കാൻ പാടില്ല എന്ന് റബ്ബ് പറഞ്ഞിട്ട് എന്താണോ ഈ കുടി? ആരോട്? ജ്യൂസ് കുടിക്കുന്നവനോട്. പിന്നെയും അയാൾ ചെന്നു. ഉദാഹരണം പറയാണ്. ഒരാൾ ഹോർലിക്സ് കഴിക്കുന്നു. അയാളോടും പറയുന്നു കള്ളു കുടിക്കാൻ പാടില്ലെന്ന് റബ്ബ് പറഞ്ഞില്ലേ? ഈ മനുഷ്യന് ഏത് കുടിക്കുന്നത് കണ്ടാലും ഒക്കെ കള്ള. അപ്പൊ വയസ്സായ ഒരു കാരണവർ ഒരാളെ വിളിച്ച്, ആ മോനെ വിളിച്ചു, മോനെ വാ. അല്ല, ഈ കള്ള് എന്ന് പറഞ്ഞ മോൻ എന്താ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം വരും. കള്ള് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉസ്താദേ, കള്ള് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ്. എല്ലാ മധുരമുള്ള വെള്ളത്തിനും കള്ള് എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അസുഖം നമുക്ക് മനസ്സിലായി. ചായ കുടിക്കുന്നവനോട് ആയത്ത് ഓതിയപ്പോ ആർക്കാണ് ഇവിടെ അസുഖം? ചായ കുടിക്കുന്നവന് പറ്റിയില്ല, ഓൻ ചായ കുടിച്ചു, കള്ളല്ല. പക്ഷെ പ്രസംഗിച്ച മൗലവിക്ക് കള്ളെന്താന്ന് മനസ്സിലായിട്ടില്ല എന്നൊന്നും മനസ്സിലായിട്ടില്ല. അവിടെയാണ് മനസ്സിലായോ? കള്ളെന്താന്ന് എല്ലാവർക്കും അറിയില്ല. അത് ഇയാളൊരു പുതിയ നിർവചനം ഉണ്ടാക്കിയത്. എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണ്, എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണെന്ന് പറഞ്ഞപ്പോ എല്ലാ സംഗതിയും കള്ളായി. ഇതുപോലെ വഹാബിക്കൊരു അസുഖം. എന്താ അസുഖം? ചായ കുടിക്കുന്നത് കള്ള് എന്ന് പറഞ്ഞ പോലെ മുജാഹിദിനൊരു അസുഖം. എന്ത് കണ്ടാലും ശിർക്കാം. മങ്കൂസ് മരുതൂതിയ ശിർക്ക്, ഷറഫലനാവത് ശിർക്ക്, മക്ബറയിൽ പോയാ ശിർക്ക്, പോയില്ലെങ്കിലും ശിർക്ക്, ആകെ ശിർക്ക്. എന്താ കാരണം? ശിർക്ക് എന്നാൽ എന്ത് എന്ന് അവന് മനസ്സിലായിട്ടില്ല. അവിടെയാ പ്രശ്നം. എന്നിട്ട് ശിർക്കിന് ഇല്ലാത്ത അർത്ഥം കൊടുത്തു. ഇതുപോലെ കള്ളിനില്ലാത്ത അർത്ഥം കൊടുത്ത പോലെ ആ അർത്ഥം കൊടുക്കുന്നത് ഉമർ മൗലവിയുടെ വാക്കുകളിൽ നിങ്ങൾക്ക് കാണാം. എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന എന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ മാത്രം പറഞ്ഞതാണ്, ലോകത്ത് വേറൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ വെല്ലുവിളിക്കുന്നു, മുജാഹിദുകളെ, ഈ ഉമർ മൗലവി പറയാൻ പോകുന്ന നിർവചനം, പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിർവചനം, ആരാധനയ്ക്ക് പറഞ്ഞ നിർവചനം ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി നിങ്ങൾ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ആ സെക്കൻഡിൽ ഞങ്ങളെ ഈ പരിപാടി ഇവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിക്കും. ഗ്യാരണ്ടിയാ? ഇല്ല, ലോകത്താരും പറഞ്ഞിട്ടില്ല. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട്
അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. വളരെ കാര്യമായി നിങ്ങൾക്ക് പഠിച്ചോളി. ഇതാണ് ആരാധന. എന്താണ് ആരാധന? എന്താണ് പ്രാർത്ഥന? മനസ്സിലായോ? ഞാനൊന്നുകൂടി പറയാം. ഇത് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ അടിസ്ഥാന പോയിന്റ് കിടക്കുക. എന്താ പറഞ്ഞേ? അദൃശ്യമായ മാർഗത്തിലൂടെ സമർപ്പിക്കപ്പെടുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്ന അപേക്ഷ. ഒന്നുകൂടി പറയും. ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അപ്പൊ മറുമൊഴി പറയും, ശരിയായ ശരിക്കല്ല, കാരണം അത് തെളിഞ്ഞപടിയാണ്. ഞാൻ ചായ ചോദിച്ചതും അയാൾ ചായ തന്നതും രണ്ടും കാണാം. എങ്ങനെയെന്നറിയാം? അതുകൊണ്ടത് തെളിഞ്ഞപടിയാണ്, അത് ശിർക്കല്ല. എങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ പ്രദേശത്തുള്ള ജിന്നെ, ഞാൻ വിളിച്ചത് ജിന്നിനെയാണ്, ജിന്നിന്റെ കാലാണ്. ജിന്നേന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ജിന്നെ ഒരു ഗ്ലാസ് ചായ വേണം. അപ്പൊ മറുപടി പറഞ്ഞു, മോനെ അത് ശിർക്ക. എന്തേ കാരണം? ജിന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ കേൾക്കും? ജിന്ന് എനിക്കെങ്ങനെ ചായ തരും? രണ്ടും അദൃശ്യമാണ്, എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള സഹായം അത് അല്ലാഹുവിൽ നിന്നല്ലാതെ പ്രതീക്ഷിച്ചാൽ അതാണ് ശിർക്ക്, അതാണ് ആരാധന. അത് നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് മറുപടി പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അയാൾ പറഞ്ഞെന്താ അറിയും? എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണെന്ന് പറഞ്ഞവനെ പോലെ ഇവിടെ ഒരു പുതിയ നിർവചനം ഉണ്ടാക്കി ശിർക്കിന്. അതെന്താ? മറഞ്ഞ വഴിയിലുള്ള എല്ലാ സഹായതേട്ടവും ശിർക്കാണ് എന്ന് ഉമർ മൗലവി ഉണ്ടാക്കി. അവിടെയാണ് നിങ്ങൾക്ക് ആദ്യം കുഴപ്പം പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം, ഏത് കിതാബിലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് സഹായം കിട്ടുമെന്ന് വിചാരിക്കലാണ് എന്നാരാ പറഞ്ഞത്? എന്നാര് പറഞ്ഞു? അവിടെയാണ് മുജാഹിദ് പ്രവർത്തകരെ നിങ്ങൾ അടിവരയിട്ടോ, അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത്. പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ ആരും ഞാൻ നാളെ പറഞ്ഞു, വേറെ ഒരു മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യൻ, അയാളെ പേരാണ് റഷീദുല്ല. അപ്പൊ ഒരാളില്ലേ? അയാളാരാള് നിങ്ങൾക്ക്? അയാള് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഇവന്റെ നേതാവ്, വഹാബി നേതാവ്, മുജാഹിദ് നേതാവ് റഷീദുല്ല. അയാളാണ് ഈ നിർവചനം ആദ്യമായി ലോകത്ത് പറഞ്ഞത്. റഷീദുല്ലയാണ് ഇത് പഠിപ്പിച്ചത്. റഷീദുല്ല ആളൊരു സംഭവമാണ്. അയാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയാൾ അള്ളാഹിനോട് വരെ തിരുത്താൻ പറഞ്ഞ ആളാണ്. അത് ചില്ലറാളൊന്നല്ല, അള്ളാഹിനോട് വരെ. നമ്മളൊരു പത്രം വായിച്ചാൽ സുന്നി വോയിസ് വായിച്ചു. അപ്പൊ നമ്മളൊരു കത്ത് എഴുതും, ഈ ലക്കം സുന്നി വോയിസ് വളരെ നന്നായിരുന്നു, പക്ഷെ ഈ ലേഖനം അത്ര നന്നായില്ല, അങ്ങനെ അഭിപ്രായം. ഇതേപോലെ ഖുർആൻ ഓതിയിട്ട് ഇയാൾ അള്ളാഹിനോടൊരു അഭിപ്രായം പറയും, അള്ളാഹ് ഖുർആനൊക്കെ വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്, ഖുർആനിൽ പലതും അത്ര ശരിയായില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, മൂസാ നബിയുടെ വടിയിട്ടപ്പോ പാമ്പായി, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഊതിയപ്പോ പറന്നുപോയി, ഇതൊന്നും അത്ര ശരിയായില്ല. അതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് റഷീദുല്ല. സഹോദരങ്ങളെ, അള്ളാനേക്കാൾ വലിയ ബുദ്ധിയുള്ള ആളാണ് എനിക്ക് തോന്നിപ്പോയത്. ചിലപ്പോ ചില സുന്നികൾ നമ്മളോട് പറയും മുഹയ്യദ്ദീൻ മാലയും അതുപോലെ സുന്നിയത്തൊന്നും ഇല്ലെങ്കിൽ കുറെ ആൾ സുന്നിയായിരുന്നു. അങ്ങനത്തെ ഒരൊറ്റ സുന്നിയും ഇവിടെ ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യണോ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അതാണ് നമ്മുടെ നിലപാട്. നിങ്ങൾ മനസ്സിലാക്കി സഹോദരന്മാരെ. അപ്പൊ എവിടെയാണ് ഈ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇല്ലാത്ത ഒരു നിർവചനം ശിർക്കിനുണ്ടാക്കി, അവിടെയാണ് അബദ്ധം സംഭവിച്ചത്. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇത് പുതിയ സ്വഭാവം. ഇതൊക്കെ ആർക്കും ഞാൻ തരട്ടെ, ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, നിങ്ങൾ വായിച്ച് തിരിച്ചു തരണം എന്നുള്ള നിബന്ധന. ഏറ്റവും പുതിയ സഭ മടവൂരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലത്തീഫ് മൗലവിയെ പ്രസംഗിക്കാൻ കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കരിമ്പിലാക്കൽ
അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് ശബാബ് ഏറ്റവും ലേറ്റസ്റ്റ് ജനുവരി 2013 ജനുവരി 11 ശബാബ്. ഈ ശബാബിന്റെ ഒരു ലേഖനം. എന്താ ലേഖനം? നല്ല ലേഖനം, ഞാൻ ആഗ്രഹിച്ച ലേഖനം. തട്ടിപ്പിന്റെ എല്ലാ ഷർത്തുകളും ഒത്ത ലേഖന. എന്താണെന്നറിയ ഇതിന്റെ പേര്? ഇമാം റഷീദ് റിളയും ഇബാദത്തിന്റെ നിർവചനവും. ഇത് മുജാഹിദുകളൊക്കെ ഒന്ന് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യ അതായത് അദൃശ്യമാർഗത്തിലൂടെ സഹായം തേടിയാൽ ശിർക്കാണെന്ന് ലോകത്താദ്യമായി പറഞ്ഞത് റഷീദ് റിളയാണ് എന്ന് സലാം സല്ലം ഇതിൽ സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോ ഈ ആദർശ ക്യാമ്പയിൻ നടന്നല്ലോ, തൗഹീദ ചഞ്ചലമാണ് നമ്മളെ ക്യാമ്പയിൻ. അപ്പൊ പല സ്ഥലത്തുനിന്ന് നമ്മൾ വെല്ലുവിളിച്ചിരുന്നു, ഈ നിർവചനം മുസ്ലിം ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഈ നിർവചനം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനിതാ സലാം സല്ലം ഇതിന് മറുപടി പറയുന്നു. ലേഖനം എഴുതുന്ന ആള് അബ്ദുസ്സലാം സുല്ലമിയാണ്. അയാൾ ഇതിൽ മറുപടി പറയാണ്, മുസ്ലിയാരെ, ഈ നിർവചനം ഞങ്ങൾ മാത്രമല്ല നിങ്ങളെ നേതാവും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ ലേഖനം വായിച്ചപ്പോ ഞാൻ പെട്ടെന്നൊന്ന് ചിന്തിച്ചു, എന്താണ് ഈ പറയുന്നത്? ഇയാളെ സ്വഭാവം അറിയുന്നത് കൊണ്ട് പിന്നെ ഉടനെ തന്നെ അത് അന്വേഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഇതിൽ നിന്നൊന്ന് വായിക്കാം. KV കൂറ്റനാട് മുസ്ലിയാർ സമസ്ത പിളരുന്നതിന്റെ മുമ്പ് എഴുതിയ ഖുർആൻ പരിഭാഷയിൽ എഴുതുന്നു, ഒരു അദൃശ്യ ശക്തിക്ക് മുമ്പിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫത്ഹുർ റഹ്മാൻ ഖുർആൻ പരിഭാഷ 3-ാം വാള്യം 421-ാമത്തെ പേജ്. മറിയമിലെ 50-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത്? മുജാഹിദുകൾ പറയുന്ന ഈ നിർവചനം, അതായത് മറിഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടിയാൽ ശിർക്കാണ് എന്ന് പറയുന്നത്, മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ നേതാവായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് തന്റെ പരിഭാഷയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് സലാം സല്ലം ഇതിൽ എഴുതിയത്. ഏറ്റവും പുതിയ ശബാബ്. മുജാഹിദുകളെ, ഈ ശബാബ് വായിച്ച് നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ നാളെ നിങ്ങൾ ശുദ്ധിയാവും. ഗ്യാരണ്ടിയാണ്. അത്രയും വലിയ തട്ടിപ്പ്, പടച്ചേന ഒരു പേടിയില്ലാത്ത പണിയാണ് ഇതിൽ ചെയ്തത്. എന്താ സംഭവം? KV മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടത്രേ, അദൃശ്യ ശക്തിക്ക് മുമ്പിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് KV മുഹമ്മദ് മുസ്ലിയാർ തന്റെ പരിഭാഷയിൽ എഴുതിയെന്ന് ഏറ്റവും വലിയ സബാബിലത സലാം സുല്ലമി തട്ടിവിടുന്നു. എന്നാൽ എന്താ പരിഭാഷയിലുള്ളത്? കേട്ടോളൂ, ഞാൻ പരിഭാഷ വായിക്കാൻ പോവാണ്. ഇവരുടെ തട്ടിപ്പ് ഇതാർക്കും തരും. നിങ്ങൾ ആര് വന്ന് ചോദിച്ചാലും ഈ സാധനം തരും. ഇത് KV മുഹമ്മദ് മുസ്ലിയാരെ പരിഭാഷ. ഈ പരിഭാഷയിൽ ഉണ്ടത്രേ അത്. ഞാനൊന്ന് വായിക്കട്ടെ, കേട്ടോളൂ. എന്താണ് KV മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത്? PK മൂസ മൗലവി, അലവി മൗലവി, മുഹമ്മദ് കുട്ടി അമാനി മൗലവി എന്നിവർ പരിഭാഷകരും KP മുഹമ്മദ് സാഹിബ്, KP മൊയ്തീൻ കുട്ടി സാഹിബ് എന്നിവർ പ്രസാധകരുമായി പുറത്തിറക്കപ്പെട്ട ഖുർആൻ പരിഭാഷയിൽ മറിയം സൂറത്തിന്റെ വിവരണത്തിൽ ഇങ്ങനെ എഴുതി കാണുന്നു, ഒരു അദൃശ്യ ശക്തിക്ക് മുമ്പിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലാണ് ദുആ എന്ന പദം. എന്നാൽ ഈ അർത്ഥം ശരിയല്ല. ഇത് മുജാഹിദുകൾ കെട്ടിച്ചമച്ചതാണ്. ഇത് പച്ചക്കള്ളമാണ്. എന്ത്? KV മുഹമ്മദ് മുസ്ലിയാര് ഇത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി എടുത്തുകൊടുത്ത വാചകം ഇതിന്റെ തലയും പാലും കട്ട് ചെയ്ത് KV മുഹമ്മദ് മുസ്ലിയാരുടെ പേരിൽ പച്ച നുണ ചേർത്തി വെച്ചു. തട്ടിപ്പ് മനസ്സിലായി? ഇത് മഷറയെ പേടിക്കുന്ന ഒരാൾ ചെയ്യുന്ന പണിയാണ്. സഹോദരങ്ങൾ, ഞാൻ ഇവിടെ പ്രസംഗിച്ചില്ലപ്പോ എന്ത് അദൃശ്യ ശക്തിയോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പറയുന്നു. അപ്പൊ അത് മാത്രം കെടുക്കുക. എന്ത്? മറിഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടാനാണ് പ്രാർത്ഥന എന്ന് അഫ്സനിയും പറയുന്നു. സത്യത്തിൽ ഞാൻ എന്തിനാ പറഞ്ഞു?
അത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതാണോ? അല്ല, ഇത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഉദ്ധരിച്ച ഒരു വാക്കാണത്. ഇതുപോലെ കെ വി മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ഒരു നിർവചനം തെറ്റാണെന്നും ഇത് ഖുർആനിൽ ആരും പറഞ്ഞിട്ടില്ല എന്നും ഇത് തെറ്റാണെന്നും സമർത്ഥിക്കാൻ എടുത്തുദ്ധരിച്ച വാചകം കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ വാചകമായി നിന്റെ ശബാബിൽ എഴുതിയില്ലേ? മുജാഹിദുകളെ, ഈ കാണിക്കുന്ന നീതി ഇത് അല്ലാഹു പൊറുക്കുമോ? മഹ്ശറ എന്നൊന്നില്ലേ? എന്താ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഏത് പച്ച നുണയും പറയാമെന്നാണോ? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അപ്പൊ സഹോദരന്മാരെ, ഈ വഹാബികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു നിർവചനം ഉണ്ടാക്കി എന്നതാണ്. ഇനി ആ നിർവചനത്തിന്റെ പരിണിത ഫലം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെ എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം സംഭവിച്ചു? ചായ കള്ളായി, ജ്യൂസ് കള്ളായി, ഹോർലിക്സ് കള്ളായി, എല്ലാം കള്ളായി. ഇതേപോലെ എല്ലാ മറഞ്ഞ വഴിയിലുള്ള തേട്ടവും ശിർക്കാണെന്ന് പറഞ്ഞപ്പോ ശിർക്കല്ലാത്ത ഒരു സംഗതിയും ഇന്ന് ലോകത്തില്ല. എന്താ കാരണം? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊക്കെ മക്കത്ത് പോകലില്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കയിൽ ചെന്നാൽ ഒരു വെള്ളമുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ വെള്ളം. എന്താ അതിന്റെ പേര്? സംസം വെള്ളം അല്ലേ? കുടിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സംസം വെള്ളത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ? മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം നിങ്ങൾ എന്തിനു വേണ്ടി കുടിച്ചോ അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പാണല്ലോ. അപ്പൊ പനിയുള്ള ഒരു സഹോദരൻ സംസം വെള്ളം എടുത്തു. അയാളെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, റബ്ബേ, ഞാൻ പനിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്റെ നേതാവ് പഠിപ്പിച്ചത് സംസം വെള്ളം എന്തിനു കുടിച്ചാലും അത് കിട്ടുമെന്നാണ്. എന്റെ പനി സുഖമാകാൻ വേണ്ടി ഞാനിതാ സംസം വെള്ളം കുടിക്കുന്നു. കുടിച്ചാൽ പനി സുഖമാവും. എന്നാൽ മുജാഹിദ് പറയുന്നത് സംസം വെള്ളം പനി സുഖമാവാൻ വേണ്ടി കുടിച്ചാൽ അവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. എഴുതിയ പുസ്തകം മൊയ്തീൻ സുല്ലമിയുടെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. എന്തേ കാരണം? ഒന്നുമില്ല ഉസ്താദേ, അത് മറഞ്ഞ വഴിയാണ്. പനി വന്നാ പാരസിറ്റമോൾ കഴിക്കാം, ഗുളിക. കാരണം ഗുളിക കഴിച്ചാൽ എങ്ങനെ പനി മാറുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയതാ. അതേ സമയത്ത് സംസം വെള്ളം കുടിച്ചാൽ എങ്ങനെ പനി മാറുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ സംസം വെള്ളം പനി സുഖമാവാൻ വേണ്ടി കുടിച്ചാൽ ശിർക്കാണെന്ന് എഴുതി വെച്ചു മൗലവിമാർ. നിങ്ങൾ നോക്ക്, നമ്മുടെ ഉമ്മ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ, അല്ലാഹു അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ ഉമ്മു സലമ ബീവിയുടെ സമീപത്ത് ഒരു സ്വഹാബി കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഉമ്മ, എനിക്ക് പനിയാണ്. അപ്പൊ പറഞ്ഞു, പേടിക്കണ്ട, ഉമ്മു സലമ ബീവി MBBS ഡോക്ടറല്ല. എന്നിട്ടും സഹാബികൾ ചെന്ന് പറയുന്നു, എനിക്ക് പനിയാണമ്മ. അകത്തേക്ക് പോയി നല്ല ഒരു പളുങ്ക് പോലത്തെ പാത്രത്തിൽ അതാ ഉമ്മു സലമ ബീവി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരികേശം അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ മുബാറക് ആ വെള്ളം കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ശഅർ മുബാറക് ഇട്ട വെള്ളം സ്വഹാബികൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, കുടിച്ചോളൂ. അവർ കുടിച്ചു, അവരെ പനി സുഖമായി. ഇമാം ബുഖാരി ഉദ്ധരിച്ചു. നാം മുജാഹിദ് പറയുന്നത് കൊടുത്ത ഉമ്മു സലമ ബീവിയും കുടിച്ച സ്വഹാബിയും മുശ്രിക്കാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്താണെന്നല്ലോ അതിന് മൈന. കാരണം എന്താ? ശഅർ മുബാറക് ഇട്ട വെള്ളം കുടിച്ചാൽ എങ്ങനെ പനി മാറും? അത് മറഞ്ഞ വഴിയാ. മറഞ്ഞ വഴിയിലൂടെ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്. നോക്ക് നിങ്ങൾ, ഈ വഹാബി പറഞ്ഞു എവിടെയെത്തി? നിങ്ങൾ നോക്കിക്കോ സഹോദരങ്ങളെ, കൃത്യമായി പറയും. ഇനി അങ്ങനെ ബുഖാരിയിലുണ്ടോ? അത് ഇയാൾ പറഞ്ഞു. കണ്ടോളൂ, മുജാഹിദ് ബാരിശ്ശേരി പറയട്ടെ, അത് ബുഖാരിയിലുണ്ട്. അതൊന്ന് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്രസ്,
അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പാത്രം. ഇതുകൊണ്ടെല്ലാം സഹാബികൾ ബർക്കത്തെടുത്തിരുന്നു, 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 ബർക്കത്തെടുത്തിരുന്നു. മുജാഹിദുകളുടെ വിശ്വാസമാണ്. ശരിക്കും ശ്രദ്ധിക്കണം, മുജാഹിദുകൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള തുടങ്ങിയാവോ? ബുഖാരി നിഷേധിക്കാൻ മുജാഹിദിന് കഴിയോ? മടവൂർ വിഭാഗത്തിന് കഴിയും, നമുക്ക് കഴിയില്ല. സ്വഹീഹ് മുസ്ലിം നിഷേധിക്കാൻ സുല്ലമിക്ക് കഴിയും, നമുക്ക് കഴിയില്ല. അതിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം നബിയുടെ മുടിയിട്ട വെള്ളം കൊണ്ട് സഹാബികൾ ബർക്കത്തെടുത്തു. ഇതൊരു 4 കൊല്ലം മുമ്പ് എന്നെ പ്രസംഗിച്ചായി പ്രശ്നമുണ്ടോ ഇവിടെ? ഇത് ഇയാള് തൗഹീദ് മാറിയപ്പോ പ്രസംഗിച്ച പ്രസംഗ മടവൂർ വിഭാഗവും അതുപോലെ ഔദ്യോഗിക വിഭാഗത്തിലെ വലിയ വിഭാഗവും ഇപ്പോഴും അത് ശിർക്കാന്നുള്ള ഓർത്താണുള്ളത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, വളരെ കൃത്യമാണ് ഞാൻ പറയുന്ന വിഷയം. നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ്, സഹോദരങ്ങളെ, എല്ലാവരും മുസ്ലിക്ക്, മഹദിയായ മുസ്ലിമാ ബീവി അടക്കമുള്ള എല്ലാവരും മുസ്ലിക്ക്. ഇനി ഞാൻ ഒന്നുകൂടി കാണിക്കാം. സഹോദരാ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ കിതാബ് ഏതാ? ഏറ്റവും സ്വീകാര്യമായ കിതാബ് സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഒരു ഹദീസ്. വഹാബിയുടെ വാദപ്രകാരം ശിർക്കാകുന്ന രൂപ ഞാൻ പറയുന്നു. എന്താണ് ആ ഹദീസ്? കേട്ടോളൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിനെ ജൂതനായ ലബീദ് ഇബ്നുൽ അസ്വർ എന്ന മനുഷ്യൻ സിഹ്ർ ചെയ്തു എന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. എന്താ പറഞ്ഞേ? എല്ലാ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒന്നും ഏശിയില്ല. അവസാനം ഖുറൈശികൾ അഥവാ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന്റെ റസൂലിനെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജൂതനായ ലബീദ് ഇബ്നുൽ അസ്വർ എന്ന മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ സിഹ്ർ ചെയ്യുന്നു. ഒരുപാട് ദിവസം അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ചു. അവസാനം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന 2 സൂറത്തുകൾ അവതരിപ്പിച്ചു. അതോടുകൂടി ആ സിഹ്ർ ബാത്തിലായി. ഈ സംഭവം എവിടെയുണ്ട്? ബുഖാരിയിലുണ്ട്. എന്നാ മുജാഹിദ് പറയുന്നത് എന്താ അറിയോ? ബുഖാരിയല്ല, ബുഖാരിയുടെ വാപ്പ പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്നാണ് ഒരു മൗലവി പറഞ്ഞത്. എന്താ കാരണം? സിഹ്ർ ഫലിച്ചു എന്നൊരാൾ പറഞ്ഞാൽ ഓൻ കാഫിറാണ്. എന്താ? നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരെ പോയി 2 അടി കൊടുക്കാം. അത് നേരെയുള്ള ഉപദ്രവമാണ്. മുജാഹിദ് സമ്മേളനത്തിലൊക്കെ നടന്നതാണ് നേർക്കുനേരെയുള്ള ഉപദ്രവം. അതേ സമയത്ത് ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് സിഹ്ർ ചെയ്ത് അയാളെ ഉപദ്രവിക്കാം. അത് മറഞ്ഞ വഴിയാണ്. സിഹ്റിലൂടെ എങ്ങനെ ഉപദ്രവം ഏൽപ്പിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മൗലവി പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ഫലിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. ഇവന്റെ നിർവചനത്തിന്റെ ഒരു ആഴം നിങ്ങൾ നോക്കൂ. എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാന്ന് പറഞ്ഞപ്പോ കണ്ണിൽ കണ്ടതൊക്കെ ശിർക്കായതുപോലെ സഹോദരങ്ങളെ, ഈ വാദമുണ്ടല്ലോ, മറഞ്ഞവടിക്ക് സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? എല്ലാം ശിർക്കായി പോയി. ഒരു മൗലവിയെ ഞാൻ കൊണ്ടുവരാം. മൊയ്തീൻ സുല്ലമിയങ്ങൾക്ക് വടവൂരികളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ്. അയാൾ പറയുന്നത് കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ഫലിച്ചു. ഇത് ബുഖാരിയിലില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് ബുഖാരിയിലുണ്ട്, പക്ഷേ ഞങ്ങളിത് സ്വീകരിക്കൂല. എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, ഹദീസും ഖുർആനും സ്വീകരിക്കുമെന്ന് പറയുന്ന വഹാബികൾ പറഞ്ഞു എവിടെയെത്തി എന്ന് നിങ്ങൾ ചിന്തിച്ചോ? വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിച്ചോ? ഒന്ന് പറയട്ടെ മൊയ്തീൻ സുല്ലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചിരുന്നു എന്ന് ബുഖാരിയിലുണ്ട്. ബുഖാരിയിലില്ലാതെ ഞങ്ങൾ ആരും ബാധിച്ചിട്ടില്ല. നബിക്ക് സിഹ്ർ ബാധിച്ചു എന്നൊരു ഹദീസ് ബുഖാരിയിലുണ്ട്. ഇനിയാട്ടോ കേൾക്കേണ്ടത്. ഒന്നുകൂടി കൊണ്ടുവരാം. പക്ഷേ അയാൾ പറയുന്നത് ഞങ്ങളിത് സ്വീകരിക്കലില്ല. അപ്പോ സക്കരിയ സലായി ഇയാളോട് പറഞ്ഞു, എന്താ മൗലവി നിങ്ങളെ കഥ? നിങ്ങൾ ബുഖാരിയും സ്വീകരിക്കൂലേ? അപ്പൊ ഈ മൗലവി അങ്ങോട്ട് പറയാ, ബുഖാരി അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കലുണ്ടോ? ബുഖാരി നമ്മളെ മൊയ്തീൻ സുല്ലമി. എന്നിട്ട് അയാൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരി മുഴുവനും നമ്മൾ സ്വീകരിച്ചാൽ
നമ്മൾ നബിദിനം തന്നെ ആഘോഷിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ട് അത്ര ബുഖാരിയിലുണ്ട്. മൗലവിമാർക്ക് ഇപ്പോഴാ ബോധം വന്നത്. എന്നിട്ട് ഈ മൗലവി പറയാണ്, ബുഖാരിയിൽ തന്നെ കാണാമൊരു ഹദീസ്. ഏതാണ് ആ ഹദീസ്? നരകത്തിലാണെന്ന് ഉറപ്പുള്ള ഒരാളുണ്ടല്ലോ, അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്.